സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ സജീവമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇയാളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് പറയുന്നതിന്റെ എന്ത് തെളിവാണ് ശ്രീ അരുൺകുമാറിനുള്ളത്? കോൺഗ്രസിന്റെ പ്രതിനിധി പലതവണ ആവർത്തിച്ചു, ദൃശ്യമാധ്യമങ്ങളുള്ള കാലമാണ്, സോഷ്യൽ മീഡിയയുള്ള കാലമാണ്. അതെ, കാലമാണ്. പകലു വാതിലെല്ലാം കൊട്ടിയടച്ച് ഇനി ചർച്ചയില്ല, ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയുകയും രാത്രി പോയി തലയിൽ തുണിയിട്ട് ചർച്ച നടത്തുമ്പോൾ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമാണ് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ പാപ്പരത്വം പുറത്തു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൻഷൻ കൈക്കൂലിയാണെന്നും അതുപോലെ മലപ്പുറത്തെ അപമാനിച്ചു, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ വിഷയങ്ങളും ഉയർത്താൻ ധൈര്യമില്ലാത്തവരായി ഈ കേരളത്തിലെ കോൺഗ്രസ് അധംപതിക്കുന്നതും ഇവിടെ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും എല്ലാം ഉണ്ട്. എത്ര നുണ നിങ്ങൾ പ്രചരിപ്പിച്ചാലും വ്യാജ പ്രചരണം നടത്തിയാലും അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പൊളിച്ച് കളയാൻ ശേഷിയുള്ള സമൂഹം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മറ്റൊരു വിഷയത്തിലേക്കും കടക്കാതെ പോകുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു മന്ത്രി എന്ന് പറയുന്ന അശ്ലീലം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ മന്ത്രിയുടെ അശ്ലീല നാവിൽ നിന്ന് വന്നിരിക്കുന്ന വാചകം എന്താണ്? ഇതൊരു ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നിഷ എന്തായിരിക്കണം ഗൂഢാലോചന? രാഷ്ട്രീയ അശ്ലീലം. താങ്കൾ എത്ര ഇത്തരം മോശം വാക്ക് ഉപയോഗിച്ചാലും ഞാൻ അതിന് മറുപടി പറയുന്നില്ല. സ്വന്തം നേതാവ് കെ കരുണാകരന്റെ ആ പിതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ട്, പത്മജ വേണുഗോപാലിന്റെ പിതൃത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം ഉന്നയിക്കുമ്പോഴും താങ്കൾ രണ്ട് വാക്ക് പറഞ്ഞു. ഏതായിരുന്നു? പൊളിറ്റിക്കൽ തന്ത, ബയോളജിക്കൽ തന്ത. അത് താങ്കൾ സംഭാവന ചെയ്ത കേരള രാഷ്ട്രീയത്തിലെ ചില വാക്കുകളാണ്. അതുകൊണ്ട് താങ്കളുടെ ഇത്തരം പ്രയോഗങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. ഓരോരുത്തരും ഇത്തരം പ്രയോഗങ്ങൾ നടത്തുന്നത് അവരവരുടെ നിലവാരമനുസരിച്ചിട്ടാണ്. അവരവരുടെ ആ നിലവാരമനുസരിച്ച് എത്ര പറഞ്ഞാലും അതിലേക്ക് മറുപടി പറയുന്നില്ല. അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെ ബാഡ്ജ് കുത്തിക്കൊണ്ട് അവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു എന്ന് നിലമ്പൂർ നിൽക്കുന്ന എനിക്ക് വിവരങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കാത്തത് എന്റെ പക്കൽ അത്തരത്തിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇല്ല. എന്നിട്ട് അദ്ദേഹം അവസാനം പറയാണ് CPM-ന്റെ ബാഡ്ജ് കുത്തി നടന്നു. താങ്കൾ അടുത്ത ദിവസം താങ്കൾ പറയും CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, 2 ദിവസം കഴിയുമ്പോൾ പറയും CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇതൊക്കെ കുറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പ്രാദേശികമായിട്ടൊന്ന് പോയി അന്വേഷിച്ചാൽ അറിയാം ആരാണ് ഇദ്ദേഹം, എത്ര വർഷമായി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് അണിനിരക്കുന്നു, അദ്ദേഹത്തിന് ആ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ബന്ധം, ആ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് എന്തുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചു പോലും. ഞങ്ങൾ പിന്നെ പ്രതിഷേധിക്കേണ്ട നിഷ, ഞങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കാതിരിക്കണം? എല്ലാവരും കൂടി ടൗണിൽ, അതായത് ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം ആ ദിവസത്തെ തെരഞ്ഞെടുപ്പ് വർക്ക് കഴിഞ്ഞ് ടൗണിൽ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മറ്റൊന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്, ഒരാളും ഈ മരണത്തെ മാർക്കറ്റ് ചെയ്തിട്ടില്ല. ആരാ ചെയ്തത്? അത് കോൺഗ്രസ് ആണ്. ഒറ്റ കാര്യം, ഇത്തരത്തിൽ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായെന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ പ്രതിഷേധമുണ്ടായാൽ അതിന്റെ ഭാഗമായി കൂട്ടുകാർ ഒത്തുകൂടുന്നത് ചിരിച്ചുല്ലസിച്ച് അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ അത് പോസ്റ്റ് ചെയ്യുമോ? അങ്ങനെ പോസ്റ്റ് ചെയ്താൽ എന്താ അതിൽ ഉറച്ചു നിൽക്കാത്തത്? അതിൽ നിന്ന് പിൻവലിച്ച് ആ മെസ്സേജ്, ആ കൃത്യമായിട്ടുള്ള പോസ്റ്റ് സ്വയം പിൻവലിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? ഇത് നമ്മൾ പൊതുസമൂഹത്തിൽ കണ്ടതല്ലേ? മിനിങ്ങാന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ, അതായത് മിനിങ്ങാന്ന് രാത്രി മുതൽ ഇന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന് ശേഷം കൂട്ടുകാരുമൊത്ത് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ചിത്രം മുതൽ നിരവധി ചിത്രങ്ങൾ, ആ സമരത്തിൽ പങ്കെടുക്കുന്ന ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിന്റെ നേതാവ് അടക്കം നിരവധി നേതാക്കന്മാർ ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന പടങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. അതിലെ പടങ്ങളാണ് അവർ പിൻവലിച്ച് കൃത്യമായി പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ പലതും നിലപാട് തന്നെയാണല്ലോ വിഷയം. ഇടതുപക്ഷത്തിന്റെ ഏതാക്കിലും നേതാക്കന്മാർ ഒരു പോസ്റ്റ് ഇട്ടാൽ ഗാസയായാലും ബാബറി മസ്ജിദ് ആയാലും യുദ്ധമായാലും ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരടി വ്യതിചലിച്ചിട്ടില്ല. UDF-ന് സ്വന്തം പോസ്റ്റ് മുക്കി പോകേണ്ട വന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. പണ്ട് സ്വന്തം വീടിന് തന്നെ കല്ലെറിഞ്ഞ് ഒരു ലീന എന്ന് പറയുന്ന സ്ത്രീ, CPM-കാരാണ് കല്ലെറിഞ്ഞതെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു. അവസാനം പോലീസ് അന്വേഷണം നടത്തി ലീനയുടെ മകൻ തന്നെ പറഞ്ഞു, അമ്മ പറഞ്ഞിട്ട് ഞാൻ കല്ലെറിഞ്ഞതാണ്, അമ്മയ്ക്ക് സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ സെൽവരാജ് മുൻ MLA CPM-ന്റെ ഭാഗമായിരുന്നു, പിന്നെ കോൺഗ്രസിന്റെ ഭാഗമായി മാറി. അദ്ദേഹത്തിന്റെ വീടിന് കല്ലെറിഞ്ഞു. അവസാനം CPM-കാരാണ് കല്ലെറിഞ്ഞതെന്ന് തന്നെ അദ്ദേഹം വലിയ പ്രസ്താവന ഇറങ്ങി രംഗത്ത് വന്നു. അവസാനം സെൽവരാജിന്റെ ഗൺമാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം കുറ്റം സമ്മതിക്കുന്നത് നാം കണ്ടു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് ഒരു സതികുമാരി മുടി മുറിച്ചു. CPM-കാർ ബലമായി എന്റെ മുടി തെരഞ്ഞെടുപ്പ് സമയത്ത് മുറിച്ചു, വലിയ വാർത്തയായി. അവസാനം അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ സതികുമാരി തന്നെ പറഞ്ഞു, ഞാൻ സ്വയം എന്റെ മുടി മുറിച്ചതാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. വാളയാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പെൺകുട്ടികൾ മരിച്ചപ്പോൾ ആ മരണം ശരിക്കും മാർക്കറ്റ് ചെയ്ത് അമ്മയെ UDF കേരളത്തിന്റെ മുഖ്യ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ച് പ്രചരണം നടത്തി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ആ സ്ത്രീയെ കൊണ്ടു നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. അവസാനം CBI ആ സ്ത്രീക്കെതിരെ തന്നെ കുറ്റപത്രം കൊടുത്തു. കുറച്ചുനാൾ പുറകിലേക്ക് നോക്കിയാൽ നിസ്കാര പായയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ, നബീസു എന്ന് പറയുന്ന സ്ത്രീ നാദാപുരത്ത്, അവസാനം ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഏറ്റവും അവസാനം ഈ നബീസും ഭർത്താവും പറഞ്ഞു, കോൺഗ്രസ്സുകാരും ലീഗുകാരും എന്നെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിപ്പിച്ചതാണ്, പറയിച്ചതാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. കുറച്ചുകൂടെ പുറകിലേക്ക് പോയാൽ ഫ്ലോറിയുടെ ഭർത്താവ് പറഞ്ഞതും, അതുപോലെ തന്നെ തങ്കമണി പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ആ സഹോദരന്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിച്ച് അവസാനം അവർ തന്നെ
പത്രസമ്മേളനം നടത്തി യഥാർത്ഥ വിവരം പറഞ്ഞതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ദാരുണമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു 15 വയസ്സുകാരന്റെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തെ രാഷ്ട്രീയപരമായിട്ട് പ്രയോജനപ്പെടുത്തുക, അരമണിക്കൂറിനുള്ളിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരം നടത്തുക, അത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ ആണ് എന്ന് പ്രഖ്യാപിക്കുക, കൊട്ടിഘോഷിക്കുക, അതിന്റെ പേരിൽ സെൽഫി എടുത്ത് പ്രചരിപ്പിക്കുക, സമരം കഴിഞ്ഞ് ഞങ്ങൾ ആഘോഷിക്കുന്ന രൂപത്തിലുള്ള സെൽഫി, അതിനുശേഷം അവസാനം ജനങ്ങളുടെ പ്രതിഷേധം വന്നപ്പോൾ തന്റെ സ്വന്തം പോസ്റ്റ് മുക്കി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് രക്ഷപ്പെട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു. ഒരു മരണം സംഭവിച്ച്, ഒരു ദാരുണമായിട്ടുള്ള സംഭവം സംഭവിച്ച് അരമണിക്കൂറിനുള്ളിൽ നടത്തിയ ഇത്തരത്തിലുള്ള സമര കോലാഹലങ്ങളും സ്റ്റേറ്റ് സ്പോൺസേഡ്, ഒന്ന് ആലോചിക്കുക, ആ വാക്കിന്റെ അർത്ഥം പിടികിട്ടാതെയാണോ ഇവർ പറയുന്നത്? ഗവൺമെന്റ് തന്നെ സ്പോൺസർ ചെയ്തുണ്ടാക്കിയ കൊലപാതകമാണെന്ന് പറയുന്നത് കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന UDFന്റെ പ്രചരണത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സമര കോലാഹലങ്ങൾ നടത്തിയത്. അതിന്റെ ഭാഗമായി സെൽഫി എടുത്ത് പ്രചരിപ്പിക്കുന്നത്. മരണം സംഭവിച്ചു എന്ന് അറിയുമ്പോൾ എന്തിനാ ഈ റോഡ് ഉപരോധിക്കണേ? ഒരു മാസം മുമ്പ് ഇതേ പ്രദേശത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മരിച്ചിരുന്നു. പേരറിയോ? പുത്തരിപ്പാടം രാമകൃഷ്ണൻ, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാ. അവിടെ ഒരു കോൺഗ്രസ്സുകാരും തിരിഞ്ഞു നോക്കിയില്ല, ഒരു റോഡും ഉപരോധിച്ചില്ല, ഒരു സമര കോലാഹലം ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറും ആയിരുന്നില്ല. കാരണം അന്ന് ഉപതെരഞ്ഞെടുപ്പില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത് സ്റ്റേറ്റ് സ്പോൺസർ. എന്തായിരുന്നു ഇവരുടെ മുഖഭാവം, ശരീരഭാഷ? എന്ത് ആക്രമണമായിരുന്നു ഗവൺമെന്റിനെതിരെ? പിറ്റേ ദിവസം അതേ നേതൃത്വം തന്നെ സ്വന്തം ഫേസ്ബുക്ക് പേജ് പോസ്റ്റ് പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യം കണ്ടില്ലേ? ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കാനാണെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യോ? ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന സാഹചര്യം. ഒരു കാര്യം നിശ്ചയം ഓർക്കുക, ആ പ്രതിയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു സാഹചര്യം? 19-ാം തീയതി തെരഞ്ഞെടുപ്പ് വരെ ഈ പ്രതി എവിടെ? കിട്ടിയോ? അന്ന് ഓർമ്മയുണ്ടല്ലോ AKG സെന്റർ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇതേ നേതാക്കന്മാർ തന്നെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട്